ഇതാ ഒന്ന് വേഗം ആട്ടാ, നേരം വെക്കുന്നതിന് മുമ്പ് നെല്ല് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണം. വേഗാട്ടെ വേഗാട്ടെ. നീ ആരെയും നോക്കുന്നു? അല്ല, വല്ല കുരുത്തം കെട്ടവന്മാരോ മറ്റോ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ടോ എന്ന് നോക്കിയാ. ഒളിഞ്ഞു നോക്കിച്ചു പോട്ടെ, നമുക്കെന്താ. എന്റേതല്ലേ, എനിക്കിഷ്ടമുള്ളത് ഞാൻ കൊണ്ട് വെക്കും. ആരാ ചോദിക്കാൻ? ആരാ ചോദിക്കാൻ? ഇനി ഒടയ തമ്പുരാനോ മറ്റോ ചോദിച്ചെങ്കിലേ, അല്ലാതെ ആരാ? പിന്നെ ഒടയമ്പരാൻ ഇപ്പൊ ബ്ലാക്ക് കൊടുത്തല്ലേ ജോലി. പോടാ വിട്ടി. പറഞ്ഞതുപോലെ ഒടയ തമ്പുരാൻ ഇതിനകത്തൊരു പങ്കുള്ളതാണല്ലോ. അക്കാര്യം ഞാനത് മറന്നുപോയി. നിന്റെ പ്രശ്നം ഒന്ന് മതിയാക്കിയിട്ട് ലാറിയിലോട്ട് കയറിക്കേ. പിന്നെ ഒരു കാര്യം, ആരെങ്കിലും തടഞ്ഞാൽ അവന്റെ നെഞ്ഞത്ത് കൂടി ലാറി പാഞ്ഞു പോകും. പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരാടാ തടയാൻ പോകുന്നത്? എടാ, ഞാനിത് ആദ്യമായിട്ട് ചെയ്യണോ? നീ പോയി വണ്ടിയായിട്ട് കയറ്. വേഗം വേണ്ട. ദാദാ, ആ ലോറിയാണെന്ന് തോന്നുന്നുണ്ട്. ചീട്ടെല്ലാം എടുത്തു പോയി. വണ്ടി വേണം, വഴി മാറണ്ട. അങ്ങനെ അങ്ങ് വഴി മാറി തരാൻ മനസ്സില്ല. കൂടെ വേണം. കരിഞ്ചന്ത ഞങ്ങൾ അനുവദിക്കില്ല. ഇടാ, മര്യാദക്ക് വഴിമാറി തരുന്നതാണെന്നല്ലോ. അച്ഛനോട് മലയാളത്തിലല്ലേ പറഞ്ഞത്, മനസ്സില്ലെന്ന്. എടാ, അച്ഛനും മകനുമാണെന്ന് ഞാൻ വിചാരിക്കത്തില്ല. വഴി മാറിയില്ലെങ്കിൽ ലാറി നിന്റെ എല്ലാം നെഞ്ഞത്തോടി പാഞ്ഞു പോകും. അങ്ങനെയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഇവരുടെ നെഞ്ചത്തൂടി ലാറി ഓടുന്നൊന്ന് കാണട്ടെ. നീയാണ് ഇവരുടെയൊക്കെ നേതാവ്. അങ്ങനെ പഞ്ചാരൊന്നും ഇടണ്ട. അതെ, ഞാൻ തന്നെയാണ് ഇവരുടെ നേതാവ്. ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ ലോറി തടഞ്ഞതും. ഈ ലോറിയിൽ എന്താണ് അത് ചോദിക്കാൻ? നീ പിന്നെ ഒരു കാര്യം, തന്തയും മോനും സ്വന്തം എല്ലാം വീട്ടില്. തന്ത വേറെ, കരിഞ്ചന്ത വേറെ. അതെ, തന്ത വേറെ, കരിഞ്ചന്ത വേറെ. കരിഞ്ചന്തയോ? എടാ, ഇത് മാളിയ വീട്ടിൽ മുതലാളിയുടെ ലാറിയിൽ നെല്ലുമാണ്. ഇഷ്ടമുള്ള എടുത്തു കൊണ്ടുപോകും. സർക്കാരിനെ കബളിപ്പിച്ച് കരിഞ്ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോകുകയല്ലേ? ആണെങ്കിൽ തന്നെ നിന്നെ കൊണ്ടല്ല എന്ത് ചെയ്യാൻ സാധിക്കും? മുതലാളുടെ ലാറി, മുതലാളുടെ നെല്ല്, മുതലാളുടെ ആള് ഇഷ്ടമുള്ള എടുത്തു കൊണ്ടുപോകും. അതിന് ഈ രാജ്യം കൂടി നിങ്ങളുടെ മുതലാളിയുടേതായിരിക്കണം. അച്ഛനൊരു കാര്യം ചെയ്യും, നെല്ലിയാക്കെല്ലാം ഇവിടെ ഇറക്കിയിട്ട് തടി കേട് വരാതെ അച്ഛൻ വീട്ടിൽ പോ. ഇതിന്റെ കാര്യം ഞങ്ങളേറ്റു. നന്ദി കെട്ടവനെ, നീ എന്റെ മകനായി പോയല്ലോ. അതുകൊണ്ടല്ലേ തടി കേട് വരാതെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞത്. നോക്കി നിൽക്കാൻ വട്ടി കീറിക്കളയും. ധൃതി കൂട്ടാതെ നിങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ പിറകെ നാളെ വരുന്നുണ്ട്. പോലീസ് എല്ലാം നിറത്തി. എന്റെ തന്ത ഓടി രക്ഷപ്പെട്ടാൽ നിന്നെയൊക്കെ എന്തൊരു കൊള്ളാടാ എരപ്പെ. ഒരു കാര്യം ഏൽപ്പിച്ചു വിട്ടാൽ അത് നേരെ ചൊവ്വേ നടത്താൻ കഴിയില്ലെങ്കിൽ നീയൊക്കെ എന്തിനായി വയറും തള്ളിപ്പിടിച്ചു നടക്കുന്ന ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവദോഷം ഉണ്ടാവും മുതലാളി. വേലപ്പനും അവന്റെ കൂട്ടത്തിലൊരു 10 പേരും കൂടി ആയിരുന്നെങ്കിലും ഞാൻ നോക്കിയാനെ. ഇത് നാട്ടുകാരെല്ലാവരും കൂടി വന്നാൽ ഞാൻ എന്തോ ചെയ്യും മുതലാളി. ഒരു വേലപ്പനും നാട്ടുകാരും. എടാ, ഇവനൊക്കെ എന്റെ മുമ്പിൽ ആരുമല്ല, സത്യമായിട്ടും ആരുമല്ല. എടാ, എന്റെ പണം മുടക്കി കൃഷി ചെയ്ത നെല്ല് എന്റെ ലാറിയിൽ കയറ്റി എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ കൊണ്ട് കച്ചവടം ചെയ്യുന്നത് തടയാൻ ഈ വേലപ്പനും നാട്ടുകാർക്ക് എന്ത് അവകാശമാണ് ഞാൻ ചോദിക്കുന്നത്? അതൊക്കെ ഞാനും ചോദിച്ചു മുതലാളി. മുതലാളി നിന്റെയൊക്കെ അപ്പനാണോടാ എന്ന് വരെ ചോദിച്ചു. പക്ഷേ ഉള്ളത് പറയണമല്ലോ. പോലീസ് വന്നപ്പോ ഞാൻ ഓടിക്കളഞ്ഞു. ഓഹോ, മാളിക വീടിനോടാ കളി പഠിക്കുന്നല്ലേ? രാഘവൻ വന്നോ? നമ്മുടെ നെല്ല് തടഞ്ഞെന്നോ പോലീസ് വന്നെന്നോ ഒക്കെ കേട്ടു. എല്ലാം ശരിയാണ്. ജയിച്ചത് രാഘവൻ അനുജനും. വേലപ്പൻ? അതെ, അവൻ തന്നെ. അവൻ എത്രയ്ക്കായി? ഇതിനൊക്കെ തൊട്ട കൈക്ക് തന്നെ വേണ്ടത് ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ലായിട്ടല്ല. പിന്നെ രാഘവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണല്ലോ എന്ന് വിചാരിച്ചാൻ വിട്ടുകളയുന്നത്. ഇത്തരം നന്ദികേട് കാണിക്കുന്നവരോടൊന്നും യാതൊരു സൗജന്യം കാണിക്കേണ്ട മുതലാളി. വകതിരിവ് കിട്ടും മൃഗം. വേലപ്പന് ഇന്നും ഇന്നലെ തുടങ്ങിയാണോ ഈ എതിര്? അവന്റെ കുട്ടിക്കാലം മുതൽ തുടങ്ങിയല്ലേ? മുതലാളി എന്ത് ചെയ്താലും ഒരു എതിര്. ഇങ്ങനെയുണ്ടോ ഒരു എതിര്? അതിനൊക്കെ കാര്യം എന്തുവാ? ഭ്രാന്ത് അല്ലാതെന്താ? യവനും കൂട്ടരും കൂടെ ഈ എതിർപ്പൊക്കെ എതിർത്തല്ലോ. എന്നിട്ട് എനിക്കെന്താ പറ്റി? അണ്ണാൻ കുലിക്കാൽ ഗോപുരം വീഴുമോ രാഘവൻ? രാഘവൻ ഒരു കാര്യം ചെയ്യും. അനുജൻ അഡ്വൈസായി പോകാതിരിക്കാൻ വേണ്ടി പറയുക,
ഇപ്പൊ നീ കാലിൽ വീഴാൻ കാണും. ഇതുവരെയൊക്കെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് മുതലാളിയുടെ കാലിൽ വീണാൽ മുതലാളി അനുഗ്രഹിക്കാതിരിക്കില്ല. ഏതായാലും ഞാൻ എന്നൊന്ന് കണ്ടിട്ട് വരാൻ മുതലാളി. ചേട്ടനെന്താ പതിവില്ലാതെ ഈ സമയത്ത്? ചായക്കാണെങ്കിൽ പാലില്ല, വടയാണെങ്കിൽ പഴഞ്ചൻ. ചായയും ഇവിടെ. നിങ്ങളെന്താ ബാക്കിനോ നിൽക്കുക? നീ മുതലാളിയുടെ ലോറി തടഞ്ഞു. എടാ, നീ മുതലാളിയുടെ ലോറി തടഞ്ഞു. ലാറി തടഞ്ഞു എന്ന് മാത്രമല്ല, ലാറിയും നെല്ലുമൊക്കെ പോലീസുകാർ പിടിച്ചെടുത്തോണ്ട് പോവുകയും ചെയ്യും. ലോറി നിനക്കെന്താ അവകാശം? അല്ല, ഇത് പറയാൻ ചേട്ടൻ എന്താ അവകാശം? എനിക്ക് അവകാശമുണ്ട്. ഞാൻ അവിടുത്തെ ജോലിക്കാരന്. അതിന് കൂലി വാങ്ങിച്ചാൽ പോരെ? കരിഞ്ചന്തയ്ക്ക് കൂട്ടു നിൽക്കാൻ കൂലി വാങ്ങുന്നില്ലല്ലോ. എടാ, മുതലാളിയുടെ നെല്ലാണ്. അങ്ങോട്ട് ഇഷ്ടമുള്ള ചെയ്തോട്ടെ. അവരെ ഒന്നും എതിർക്കാൻ മാത്രം നീ ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായിക്കോ? രാഘവേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? മാലിം വീടിന്റെ ലോറി ഞങ്ങൾ തടഞ്ഞു. ഇനിയും നെല്ല് കരിഞ്ഞന്ത വിൽക്കാൻ കൊണ്ടുപോയാൽ ഞങ്ങൾ തടയും. എടാ, നന്ദിയില്ലാത്തവനെ, നിന്റെ തന്ത മുതലാളിയുടെ ശമ്പളം മാറ്റല്ല ജീവിക്കുന്നേ. അതിന്റെ പാപം തീരാനല്ലേ വേലപ്പന്റെ കൂടെ ചേർന്ന് ഞാനിതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന പാവം തീരാൻ വേണ്ടിക്കാണ്ട് വേലപ്പനും പണിയെടുക്കുന്നുണ്ട്. ഏ, നിനക്കൊന്നും അറിയാൻ പാടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. മലയോട് കല്ലെറിയാൻ നിൽക്കരുത്. നീയൊന്നും വിചാരിച്ചാൽ മുതലാളിയെ ഒരു ചുക്കും ചെയ്യാനില്ല. അങ്ങനെയൊന്നും പറയരുത് ചേട്ടാ. എല്ലാരും കൂടി വിചാരിച്ചാൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നടന്നുവന്നിരിക്കും. ഓ, നടക്കും നടക്കും. അതൊന്ന് കാണാമല്ലോ. വിവരദോഷി. ഇങ്ങനെ ഒരു ശുദ്ധനായൊരു മനുഷ്യന് ആ മുതലാളി പറയണൊക്കെ വിശ്വസിച്ച് നടക്കുകയാണ്. എന്താണ് നോക്കിക്കണത്? നോക്കിന്ന മലമുക്കടാ പറഞ്ഞ അനുസരിക്കില്ല വായന. ആ നോക്കി ഇടാ, അലിയാരെ ചതിച്ചല്ലോ. ഇവൻ എങ്ങനെയാ റോഡിൽ നിന്ന് വിളിച്ചു മാറ്റുന്നത്? ഓനെ വന്ന് മുറിച്ചിട്ടേ നമുക്ക്, ഓനെ വന്ന് മാറ്റാനും നമുക്ക് കഴിയും. നമ്മൾ വേറെ ഭാഗത്തേക്ക് പിടിച്ചിട്ട് അവൻ റോഡിൽ തന്നെ വന്ന് വീണല്ലോ. അവന്റെ ആശയല്ലേ കുറച്ചാൽ റോഡിൽ തന്നെ കിടക്കട്ടെ. ഓടാ. ആരണ റോട്ടിൽ മരം വെട്ടിയിട്ടത് വലിച്ചു മാറ്റട. ഞങ്ങൾ ഉടനെ മാറ്റിത്തരാം. അല്പം കൂടി ഒന്ന് ക്ഷമിച്ചോ. ക്ഷമിക്കാനോ? കുഞ്ഞ് കാളേജ് അടച്ചു വരിക. കുഞ്ഞിനെ കാണാൻ മുതലാളി ബംഗ്ലാവിൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തടിക്ക് ഇത് വല്ലതും മനസ്സിലാകും അച്ഛാ. അച്ഛനും മരത്തടി പോലെ ആയാലോ? മുതലാളി കുറച്ചു നേരം അവിടെ കാത്തു നിൽക്കട്ടെ. അതല്ല, ധൃതിയായിട്ട് പോണോന്നുണ്ടെങ്കിൽ അച്ഛനും മുതലാളിയുടെ മകളും കൂടി രണ്ട് കാലിലങ്ങ് നടന്നു പൊക്കോ. ആരാണ് തടി വെട്ടി റോട്ടിലിട്ടത്? എടാ, തടി പിടിച്ച് മാറ്റാനാ പറഞ്ഞത്. നിന്റെയൊക്കെ തന്തയുടെ വകയാണോ റോഡ്? എടാ കുട്ടപ്പോ, എന്തോ ഇവള് പട്ടണത്തിൽ പോയി എല്ലാം പഠിച്ചു വന്ന ലക്ഷണമുണ്ടല്ലോ. ഇത് വെറും ഒരു മരത്തടി. തടി പിടിച്ച് മാറ്റാനാ പറഞ്ഞത്. പിന്നെ ഇവിടെ തന്ത ബംഗ്ലാവിലില്ലേ? ആര്? മുതലാളിയോ? ഉണ്ടല്ലോ. എന്നാ അവനോട് എന്ന് പറ, ഇവിടെ നീ തടി പിടിച്ച് മാറ്റിയിട്ട് പോകാൻ. എന്ത് പറഞ്ഞതാ? എന്റെ അച്ഛൻ തടി പിടിച്ച് മാറ്റാനോ? എന്റെ അച്ഛൻ അവനെന്ന് വിളിക്കാനും മാത്രം ആയാടാ നീ? അവനെയല്ല, അവന്റെ തന്തയും കൂടി അവനെന്ന് വിളിച്ചിരിക്കുന്നു. എടി അലവരാതി, തല്ലിപ്പൊളി, നിന്നെ കണ്ടിട്ടൊരു തവളയെ പോലെ ഇരിക്കുന്നെങ്കിലും നീ ഒരു പെണ്ണാണെന്ന് കരുതി. എന്ന് കരുതി ഞങ്ങളുടെയൊക്കെ തന്തയ്ക്ക് പറയാൻ മാത്രമായോടി. ചാത്തു, ഇത് കേട്ട് നിൽക്കുന്നോ? ഇവന്റെ വായിൽ പല്ലെടുക്കൂ ചാത്തു. നിന്റെ വായിലും പല്ലുണ്ടല്ലോ. ചാത്തു, ഇവനെ അടിക്ക്. കടിക്കും കടിക്കും. അടിക്കാമായിരുന്നു, പക്ഷേ ഓ, അച്ഛന്റെ കൈക്ക് വാദമാണ്. അത് അമ്മ പറഞ്ഞിട്ടുണ്ട്. നിന്റെ വായ പല്ലി ഞാൻ എടുക്കും. എന്തിനച്ചാ എടുത്തോ. എടി പെണ്ണേ, നിന്റെ തന്ത അടിക്കില്ലല്ലോടി. പിന്നല്ലേ നിന്റെ തന്തയുടെ ബാല്യക്കാരൻ ചിഞ്ചിലം. എന്ത് പറഞ്ഞടാ? കൈയാണ് ഒടിഞ്ഞു പോകും. അങ്ങനെ നിനക്ക് പിടിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ എന്റെ പെടലേക്ക് പിടിച്ചു കുഞ്ഞിനെ അങ്ങോട്ട്. എന്റെ വയറ്റിപ്പാടാ മോനെ കുട്ടപ്പ, ഒന്ന് പറ.
വേലപ്പാണ് കുട്ടപ്പൻ മോനെ. നമ്മുടെ കൈകാരം വിട്. നീ അടിക്കില്ലോടി വൃത്തികെട്ട ജന്തു. നോക്കിക്കോടാ, നിന്നെ ഞാൻ എന്റെ ഡാഡിയോട് പറഞ്ഞ് നിന്നെ ഞാൻ കാണിച്ചു തരാടാ. ഒരു താടി ഇന്ന് ഈ തടി ഞാൻ ഇവിടെ മാറ്റാൻ പോകുന്നില്ല. നീ കാറും കൊണ്ട് പോകുന്ന എനിക്കൊന്ന് കാണണം. ഏയ് വരണടാ, നമുക്ക് കുട്ടപ്പന്റെ കടയിൽ പോയി കടുപ്പത്തി ഒരു ചായ കുടിക്കാം. പിന്നെ കാറ് പുതിയ കാറാണ്, സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടോ. ആ കുഴഞ്ഞില്ലോ കുഞ്ഞെന്തിനെ അടിക്കാൻ കൈപൊക്കിയത്? പോട്ടെ സാറേ. ഇടോ ഡ്രൈവർ, താൻ കാറും കൊണ്ടേ സൗകര്യം പോലെ വന്നാൽ മതി. ഞാനും കുഞ്ഞും കൂടെ നടന്നു പോയിക്കോളാം. അവൻ ആള് തെമ്മാടി, ആ പെട്ടിയും എടുത്തു. വന്നേ വന്നേ വന്നേ. വന്നേ. കേട്ടോ രാഘവ, നിങ്ങൾ രണ്ടുപേരും എന്നെ എതിർത്താലും എനിക്ക് നിങ്ങളെ എതിർക്കാൻ സാധ്യമല്ല. കാരണം നിങ്ങളുടെ അച്ഛനെ ഞാൻ ഓർക്കണം. അവനും കൂടിയേ തോന്നണ്ടേ മുതലാളി. അവൻ ഈ മരമൊക്കെ വെട്ടി കണ്ടോടൊക്കെ വഴക്കൊക്കെ പിടിച്ച് നടക്കുന്ന ഈ കുഴപ്പം. അവൻ എങ്ങ് പോകണ്ട. ഞാൻ അവന് ഇവിടെ കൊള്ളാവുന്നൊരു ജോലി കൊടുക്കാം, ന്യായമായ ശമ്പളവും കൊടുക്കാം. നീ അത് അവനോടൊന്ന് സംസാരിച്ചു നോക്കാം. ഞാനത് എത്ര പ്രാവശ്യം പറഞ്ഞു, അവനനുസരിക്കണ്ടേ? തലയിലെടുത്ത് പഠിച്ചു പോയി. എത്ര നല്ല ജോലിയാണെങ്കിലും മുതലാളിയുടെ കീഴിലുള്ള ജോലി വേണ്ടെന്ന് അവൻ പറയുന്നത്. ഓഹോ, അങ്ങനെയാണോ? എന്താ എന്തുണ്ടായി മോളെ? നിങ്ങൾ രണ്ടുപേരും നിന്ന് കരയുന്ന എന്തിനാ? എന്തുണ്ടായെന്ന് പറയൂ. വേലപ്പൻ അവൻ എന്ത് ചെയ്യുന്നു പറയൂ. ആ വേലപ്പൻ എന്നെ അപമാനിച്ചു ഡാഡി. അവനെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കണം. അവൻ എന്ത് ചെയ്തു എന്ന് പറയുമ്പോളെ? ഡാഡി, ഞങ്ങൾ ഇങ്ങോട്ട് കാറിൽ വരുമ്പോഴല്ലേ വേലപ്പനും കൂട്ടുകാരും കാറിന്റെ മുമ്പിൽ മരം മുറിച്ചു കൊണ്ടിട്ടു. ഞങ്ങൾ എടുക്കാൻ പറഞ്ഞപ്പോഴല്ലേ അവരെല്ലാം കയറി ചായ കടയിൽ കയറി ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ പോയതിരിക്കട്ടെ, ചീത്ത പറഞ്ഞു കുഞ്ഞിനെ മൂടിക്കളഞ്ഞില്ലേ? കുഞ്ഞിന് ബോധക്ഷയം ഉണ്ടാകുമോ എന്നായിരുന്നു എനിക്ക് ഭയം. അയ്യോ ഡാഡി, ഡാഡിയെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു എന്നറിയാമോ? ആഹാ, കുത്തി കുത്തി മുറത്തിക്കറി കുത്തി തുടങ്ങി. ഇത് മോറോം കൊത്തിക്കരി കളഞ്ഞല്ലോ. ഇവനെ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പലതവണ പറഞ്ഞു, എടാ വേലപ്പ, നിന്റെ തെമ്മാടിത്തരം എടുക്കേണ്ടിടത്ത് എടുക്കണം. ഇതാള് വേറെയാണ്, മകൾ മുതലാളിയുടേതാണ്. താൻ ബോധോചിഞ്ചനം എന്നൊരു വിളി. പിന്നെ ഞാൻ കത്തിയിടുക. കത്തിയെടുത്താൽ രാഘവന്റെ കണ്ണീര് മുഴുവൻ ഞാൻ തന്നെ കാണണം. അതുകൊണ്ട് മാത്രം വേണ്ടത്. രാഘവ, മറ്റെന്തും ഞാൻ സഹിക്കും. എന്റെ മകളെ അവമാനിച്ചാൽ അത് ഞാൻ സഹിക്കില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് രാഘവൻ പറയും. നമ്മളെ നീ എങ്ങോട്ട് അണിയിട്ട് പോണം? ഇതുകൂടെ കഴിച്ചോളൂ. മതിയമ്മ, വയറ് വല്ലാതെ നിറഞ്ഞു. ഊട്ടിക്കോ ഊട്ടിക്കോ, തടിയെങ്കിൽ പോരട്ടെ. അതെന്താ അമ്മേ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? ചേട്ടൻ ഈടായിട്ട് ആഹാരം ഒന്നും കൊടുക്കാറില്ല അമ്മേ? അയ്യോടാ, ഞാനും അതാ ആലോചിക്കുന്നേ. തിന്നേ, നല്ലൊരു തടി വെക്കട്ടെ. കണ്ടോ വഴിയിലിട്ട് അടിക്കാവുള്ളതല്ലേ? അത് എന്നെ അല്ല ചേട്ടനെ. എന്നെ ആരെങ്കിലും അടിച്ചാൽ അന്ന് അവനെ ഞാൻ കൊല്ലും. അതിനുശേഷമേ ഞാൻ ഉറങ്ങത്തുള്ളൂ. പക്ഷെ ചേട്ടൻ ആരെങ്കിലും വഴിയിട്ട് അടിച്ചു എന്ന് വരും. അതെ അതെ, എന്നെ വഴിയിലിട്ട് അടിക്കും. അത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ചേട്ടൻ അടിക്കാത്തത്? ചേട്ടൻ ആരെങ്കിലും അടിച്ചാൽ അവൻ അവനെ ശരിപ്പെടുത്തില്ലേ? ഇപ്പൊ എന്താ ഉണ്ടായത്? നീ അത് പറ. ഇവൻ എന്ത് അക്രമമേ കാണിച്ചത്? ആ മാളിക വീടിന്റെ മകള് കോളേജിൽ നിന്ന് കാറി വരുമ്പോ ഇവൻ മരം മുറിച്ച് റോഡിലിട്ടിരിക്കുന്നു. രാഘവൻ പറയുന്നത് നേരാണോടാ? മാളിക വീടിന്റെ മകള് കാറി വന്നപ്പോ റോഡിന് മരം വെട്ടിയിട്ടു. അമ്മയും ചേട്ടനും കൂടി പറയുന്ന കേട്ടാൽ തോന്നും ആ പെണ്ണ് കോളേജിൽ പഠിക്കുന്ന വിരോധം കൊണ്ടാണ് ഞാൻ മരം വെട്ടി റോഡിലിട്ടതെന്ന്. ഞങ്ങള് മരം വെട്ടി മരം വന്ന് വീണു. ആ സമയം കാർ അവിടെ വന്ന് നിന്നു. ഇതാണ് സംഭവം. അതിന് റോഡിലാണോ മരം വെട്ടിയിരുന്നത്? അത് മരത്തിനോട് പോയി ചോദിക്കണം. ഞങ്ങൾ മരത്ത് വേറെ സ്ഥലത്തേക്ക് വലിച്ചതാ. പക്ഷെ മരം ഞങ്ങളെ കൊണ്ട് റോഡിൽ വന്ന് വീണു. മരത്തിനറിയാമോ ഇത് മാളിക വീടിന്റെ മകളാണ്, കാറാണ് എന്നൊക്കെ? അത് ചേട്ടനല്ലേ അറിയാവോ? കേട്ടോ അമ്മേ, അവ അനാവശ്യം പറയുന്ന കേട്ടോ. ഇതൊന്നും അല്ലമ്മേ സത്യം. സിന്ധുനോള് കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ വന്ന് കയറിയത്. ഓഹോ, അവൾ കരഞ്ഞതാണോ കാര്യം? അവളോ? ഈ നാട്ടിലുള്ള സകലരും ആ കുഞ്ഞിനെ സിന്ധുമോളെ എന്നാ വിളിക്കുന്നേ. അതുകൊണ്ട് ഞാനും വിളിക്കണം. ഞാൻ ആ പെണ്ണിന്റെ അമ്മയെ കണ്ടിട്ട് പോലുമില്ല. എടാ, അനാവശ്യം പറയുന്നു. ഇപ്പൊ അനാവശ്യം പറഞ്ഞത് ചേട്ടനാണ്. അല്ല, അതവിടെ നിൽക്കട്ടെ. അവള് കരഞ്ഞ കാര്യം ഞാൻ പറയാം. ഞങ്ങൾ റോഡിൽ നിന്നും മരം മാറ്റാൻ ശ്രമിച്ചു. അവള് കാറിൽ നിന്നും ചാടി ഇറങ്ങി ഒരു ഭരണം അങ്ങോട്ട് നടത്തി. ഞാൻ പറഞ്ഞു, ഭരണം നിന്റെ തന്തയോട് മതിയെന്ന്. അത് പറഞ്ഞിട്ടുണ്ടെ ചായ കുടിക്കാനും പോയി. ഇതാണ് നടന്ന സംഭവം. നീ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു അമ്മേ, പറഞ്ഞു. ചെല്ലടാ, ചെന്ന് മാപ്പി ചോദിക്കേ. മാളിക വീടിനോടും മകളോടും മാപ്പി ചോദിച്ചിട്ട് നീ ഇതിനകത്ത് കയറിയാ മതി. മാപ്പോ? അവനോടോ? ഈ ജീവിതത്തിലോ? നല്ല കഥയായി. അവനോ? അമ്മേ,
ഇവൻ പറഞ്ഞ കേട്ടോ മാളയെ ഇവിടെ ആരാണെന്ന് നിന്റെ വിചാരം? അവൻ ആരാണെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുകയുമില്ല. നിർത്തരാതി പ്രസംഗി. ഇങ്ങനൊക്കെ പറഞ്ഞ ദൈവദോഷം ഉണ്ടാവും. നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലം പോലും നമ്മുടെ കഷ്ടത കണ്ട് അദ്ദേഹം നമുക്ക് വിട്ടു തന്നതല്ലേ. അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? അയ്യോ, ഇത് ഇഷ്ടദാനം തന്നൊന്നുമല്ല. ഇത് നമ്മുടെ സ്ഥലമായിരുന്നില്ലേ അമ്മേ? ഇവനോട് ഇതൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ലമ്മേ. എടാ, നീ എന്നോടൊപ്പം ഒന്ന് മാളിക വീടിനോടും ആളോടും മാപ്പി ചോദിക്കുന്നില്ലേ? ഞാൻ അമ്മയെ നിർത്തിക്കൊണ്ട് വീണ്ടും അനാവശ്യം പറഞ്ഞു എന്ന് ചേട്ടൻ പറയും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. വേണ്ട, നീ പോകണ്ടടാ. നിന്നെ ഞാൻ പ്രസവിച്ചു പോയില്ലേ, നിനക്ക് വേണ്ടി ഞാൻ പോയി അവനോട് മാപ്പി ചോദിക്കാൻ. വേലപ്പന് വേണ്ടി മാപ്പ് ചോദിക്കാൻ വേലപ്പന്റെ അമ്മ അവിടെ പോകില്ല. ഇല്ലടാ, ഞാൻ ഇപ്പൊ തന്നെ അവിടെ പോകും. അമ്മ മാപ്പ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതിന് തുല്യമാണ്. അമ്മേ, അമ്മ അവിടെ പോയി മാപ്പ് ചോദിച്ച് തിരിച്ചു വരുമ്പോ എന്റെ ശവമാണ് ഇവിടെ കാണാൻ പോകുന്നത്. മോനെ, വേലപ്പ.